എന്താടാ ശാന്തപ്പ, ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞാണല്ലോ, ഇനിയും ഉണ്ടോ? ഓ, ഇവിടെ ഒന്ന് പെർഫോമൻസ് നടത്താ ഇതെന്താ ആംബി തിയേറ്ററോ? നാണമില്ലാത്തവനും നടുറോഡും തിയേറ്ററും സ്റ്റേജൊക്കെ ആണല്ലോ. മാഷേ, ഞാൻ തന്നെ ചൊറിയാമെന്നൊന്നുമല്ല. കോട്ടയുടെ എനിക്ക് അറിയാഞ്ഞിട്ടുമല്ല. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാലേ എന്റെ സ്വഭാവം അതാ. പക്ഷേ ഇപ്പൊ ഞാൻ പച്ചേക്കാം. ഞാനിവിടെ വന്നിട്ടുള്ളതെല്ലാം തന്നെ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ തീർപ്പാക്കാനും വേണ്ടിയാ. പക്ഷേ ഇപ്പൊ ഞാൻ വന്നതേ എന്റെ മരുമോനെ കാണാനാ. മരുമകനോ? ആര്? ഏത് വകയില്? ഇപ്പൊ അങ്ങനെയായോ? എന്റെ ഭാര്യ മരിച്ചപ്പോ താൻ എന്നെ പഴയ അളിയനാക്കി, ശരിയാ. പക്ഷേ അരവിന്ദ് എന്റെ മരുമോനാ. അത് ഏത് വകയിലെന്നല്ലേ? അവൻ കെട്ടാൻ പോകുന്നതേ എന്റെ മോളെയാ, ശ്രേയ മോളെ. സ്വന്തം ചോരയിലുണ്ടല്ലോ രണ്ടെണ്ണം. ആ പാവങ്ങളുടെ എന്തെങ്കിലും കാര്യം താൻ നോക്കിയിട്ടുണ്ടോ? അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ താൻ എപ്പോഴെങ്കിലും? അതിനെ അനുവദിക്കാത്ത താൻ തന്നെയല്ലേ ചെറുപ്പം മുതലേ എന്നെ വെറുപ്പിച്ചു വച്ചേക്കല്ലേ? അത് നിന്റെ കയ്യിലിരിപ്പോണ്ടാ. മാഷെ, എന്റെ തനി സ്വഭാവം പുറത്തടിപ്പിക്കരുത്. എവിടെ എന്റെ മരുമോൻ? നിക്കടാ അവിടെ. എങ്ങോട്ടാ? എന്റെ മരുമോൻ താൻ കാരണം വണ്ടിയിൽ നിന്ന് വീണ് വയ്യാതെ നടക്കയില്ലേ? എന്താ? ഏട്ടത്തി, ഞാനേ അരവിന്ദ് മോനെ കാണാൻ വന്നതാ. അവന്റെ വേദന കാണാനേ. അല്ല, അവന്റെ വേദന എങ്ങനെയുണ്ട്, കുറവുണ്ടോന്നൊക്കെ ചോദിച്ചറിയണ്ടേ? അവന്റെ വേദന എന്റെ വേദനയല്ലേ ഏട്ടത്തി? അതിന് അവനെ കാണാൻ ഇവിടെ ആരുടെ സമ്മതപത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. താൻ കേറി വാ ശാന്തപ്പ. ആര് വന്ന് കേറുമ്പോഴും മുമ്പിലുണ്ടാവും പാറാവുകാര് രണ്ടെണ്ണം. ശാന്തപ്പൻ വാ. തൽക്കാലം ക്ഷമിക്കുവാല, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. ഓഹ് സുന്ദരി, വെരി ബ്യൂട്ടിഫുൾ മാഡം. ഓ സൂപ്പർ. എന്താണ് ഫോണിൽ നോക്കിയൊരു സംസാരം? അത് പിന്നെ ഞാൻ പറയാം, എന്റെ മോളുടെ വശ്യ മനോഹരമായ കണ്ണുകൾ നോക്കിയിരിക്കുക അല്ലേ വരുവാനെ? ഒന്ന് പോ ശാന്തപ്പ മാമ. മാമ ഇപ്പൊ വന്നേ ഉള്ളോ? അല്ലേട മരുവനെ, കുറച്ചു നേരമായി. അകത്തോട്ട് കടത്തി വിടണ്ടേ നിന്റെ തന്ത? ഓ, അയാള് മേതാളം ഉമ്മർത്ത് കുറ്റിയടിച്ച് നിക്കല്ലേ. വരുന്നവരും പോകുന്നവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാലേ അകത്തോട്ട് വിടൂ. മാഷ് എനിക്ക് വേണ്ടി പിണ്ടം വെച്ചതിന് കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു. മാപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. എടാ, നീ അത് വിശ്വസിച്ചോ? നീ ചാവാൻ ഉദ്ദേശിച്ച് തന്നെ അയാൾ അതൊക്കെ ചെയ്തത്. അതെ, എനിക്കും ഉരുട്ടി വെച്ചിട്ടുണ്ട് ബലിച്ചോർ. എന്റെ മോളെന്ന് പറയുന്ന തെരുവ് കച്ചവടക്കാരി. അയാളും അവളും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമായിരിക്കും. അവക്ക് അവളുടെ തന്തയും വേണ്ട, അയാൾക്ക് അയാളുടെ മോനെയും വേണ്ട. അതൊക്കെ പോട്ടെ മോനെ. എങ്ങനെയുണ്ടാ നിനക്ക്? കുഴപ്പമൊന്നുമില്ല മാമ. കൈക്കും കാലിലും ചെറിയ വേദന ഉണ്ട്. അതോടെ ഞങ്ങൾ ശരിയാവും. ചായ ചായ കുടിക്ക്. എന്റെ വഴി പിഴച്ചുപോയ മോളുടെ തനി സ്വഭാവം മോൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി നന്നായി. ഞാനിത്തിരി വൈകിപ്പോയി ശാന്തപ്പ മാമ. എടാ മോനെ അരവിന്ദേ, ഞാൻ വന്നതേ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെ ആയെന്നറിയാനാ. അല്ല, നീ കിടപ്പല്ലേ? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിലോ? ഞാനുണ്ട് എന്ത് കാര്യത്തിൽ. ക്ഷണിച്ചു തീർന്നിട്ടില്ല. അതിന് പോകുന്ന വഴിയാണല്ലോ എനിക്കിത് പറ്റിയത്. പിന്നെ ശാന്തമാമ, പന്തലിടണം. അതിനാരെങ്കിലും ഇങ്ങോട്ട് വിടണം. അത്രേ ഉള്ളൂ. നാളെ തന്നെ പന്തലേരം ജോഷി അങ്ങോട്ട് പറഞ്ഞുകൂടാ? എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണമെന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പൊ നാളെ അവര് വന്നോട്ടല്ലേ? അറിയാമേ. ശ്രേയമോള് വന്നിട്ട് പോയതേ ഉള്ളൂ. ഇവന് പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ആയിട്ട് വന്നിട്ട് പോയതേ ഉള്ളൂ. അവള് സ്നേഹമുള്ള എന്റെ മോളല്ലയോ? എടാ മരുവനെ, ഞാൻ ഇറങ്ങട്ടെ. നേരെ ചെന്നിട്ട് പന്തലുകാരനെ കാണണം. ചെന്തുരുത്തി ഷാപ്പിന്റെ തൊട്ട് ബാക്കിലാ അവന്റെ വീട്. അല്ല, നീ പുറത്തേക്ക് ചെല്ലുമ്പോ പാറാവാരനോട് ചോദിക്കേണ്ടി വരുമോ ഒന്ന് പൊക്കോട്ടേന്ന്? മാമൻ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ. ആരും ചോദിക്കാൻ പോകുന്നില്ല.
ഏയ് മോ വരണ്ട, കിടന്നോ, വയ്യാത്തല്ലേ. അതൊന്നും ഒരു കുഴപ്പമില്ല. മാവൻ വന്നേ. ആ, എടാ പതുക്കെ